ബന്ധങ്ങൾ വീണു കിടക്കുന്നു, മണ്ണിൽ ചുടച്ചോരെ പറ്റി കിടന്നിടുന്നു. അഗ്നി പടർന്നു ഉയർന്നിടുന്നു, ധൂളികൾ ചാമ്പലായി മാറുന്നു. ജീവലോകം ഓർമ്മകൾ വെന്തു നേറുന്നു, തുടർന്നും ഹിരോഷിമ, നോവായി, നാഗസാക്കി. കാഴ്ച കെട്ടിന്നും പിറക്കുന്നു കുഞ്ഞുങ്ങൾ, ജീവച്ഛവങ്ങളായി ദീനദീനം. ദുരകള അധികാര മത്സരം, രാക്ഷസ താണ്ഡവങ്ങൾ, യുദ്ധങ്ങൾ, ഭീകര നർത്തനങ്ങൾ. തകർത്താടുന്നു വേഷപ്പകർച്ചകളിൽ ആയുധത്തോപ്പുകൾ, കുന്നുകൂടും വിഹം തീർക്കുമാറാകുന്നു. തോക്കകൾ, ബോംബുകൾ, മാരകം, ജൈവരാസായുധ പൂനകൾ. അന്തിമ പ്രതിജ്ഞ. യുദ്ധം മാനവരാശിയുടെ നാശത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്നും വിട്ടുനിൽക്കുകയും അതിനെ ഒരു കാരണവശാലും പിന്തുടരുകയില്ല. യുദ്ധത്തെ എതിർക്കുന്നതോടൊപ്പം യുദ്ധത്തിനു കാരണമാവുന്ന പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ എന്നാൽ കഴിയുന്ന വിധം ഞാൻ പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ അറിവും കഴിവും ശാസ്ത്ര പുരോഗതിക്കും മാനവരാശിയുടെ നന്മക്കായി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ആയതിനാൽ എന്നാൽ കഴിയുന്ന വിധം യുദ്ധവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമെന്നും സമൂഹത്തെയും ഇത്തരം കാര്യങ്ങളിൽ ബോധവൽക്കരമാക്കാൻ ശ്രമിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. കരുത്തില താങ്ങുവാൻ ആട്ടനാദങ്ങളും തേങ്ങലുകൾ. ഓർക്കപ്പുറത്തോരും ലോകയുധം വരിൽ ഭാസ്മമാകും ഭൂമിചാലകങ്ങൾ. ചേർന്നു നിൽക്കാം നമുക്കൊന്നായി മാനവ സ്നേഹപ്പെരുമയത്തി നിർത്താം. യുദ്ധക്കോത്തി മൂത്തരാക്ഷരരെ നമോ കൊന്നിച്ചു നേരിട്ട കത്തി നിർത്താം. ജനറൽ കോൾട്ടിബിറ്റ്സ് പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ B-29 ബോംബർ വിമാനമായ യനോളഗയിൽ നിന്നാണ് ബോംബ് പ്രയോഗിച്ചത്. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലങ്ങൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി. പർവ്വത സമാനമായ പുക കൂൺ ആകൃതിയിൽ 40,000 അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി. 1000 അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുയറ്റിയടിച്ചു. 1.5 ലക്ഷത്തോളം പേർ നിമിഷാർദ്ധം കൊണ്ട് ഇല്ലാതായി. ആണവ പ്രസരം മൂലമുണ്ടായ ക്യാൻസർ പോലുള്ള രോഗങ്ങളാൽ പിന്നെയും ദശകങ്ങളോളം ആളുകൾ മരിച്ചുകൊണ്ടേയിരുന്നു. ഇന്നും ആ ദുരിതത്തിന്റെ ഫലകങ്ങൾ അവിടത്തെ പുതുതലമുറയെ വരെ വേട്ടയാടുന്നുണ്ട്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നതിനെയാണ് എല്ലാ വർഷവും ആഗസ്റ്റ് 6 ഹിരോഷിമ ദിനമായി നാം ആചരിക്കുന്നത്.